അതിന്റെ ഇസ്ലാം പഠിപ്പിച്ച് തള്ളിക്കളഞ്ഞതിന്റെ ദുരന്തം ലോകം അനുഭവിക്കുന്നു. ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയുന്നവർക്കറിയാം, പെണ്ണ് വിൽപ്പന ചരക്കാണ്. ഇസ്ലാമിലല്ല, മറിച്ച് ആരുടെ? സാമ്രാജ്യത്വ ശക്തികൾക്ക്. വെളുത്ത പെണ്ണിനെ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ നിർത്തുന്നുള്ളൂ. എന്തുകൊണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കാഷ്യർ സീറ്റിൽ എന്തുകൊണ്ട് ഒരു ജ്വല്ലറിയിൽ സൗന്ദര്യമുള്ള പെണ്ണിനെ ഏറ്റവും മനോഹരമായി ഡ്രസ്സ് ധരിപ്പിക്കുന്നത് എന്തിന്? പെണ്ണിനോടുള്ള സ്വാതന്ത്ര്യബോധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല, ഓളെ ശരീരം വിട്ട് കായുണ്ടാക്കാൻ, വേറൊന്നുമല്ല. അത് ഇസ്ലാം പറഞ്ഞു, പെണ്ണെ നീ അമൂല്യമാണ്, നിന്റെ ശരീരം എന്നത് അമൂല്യമാണ്. 4 ആളെ മുമ്പിൽ വെച്ച് നിന്നെ കെട്ടിയോന്റെ മുമ്പിലല്ലാതെ നിന്റെ ശരീരത്തിന്റെ നന്മകൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. എവിടെ തെറ്റ്? മാന്യമായി ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞു. ഒരു പുരുഷനെ ഇക്കിളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ഒരു പുരുഷൻ നിന്നെ കയറി പിടിക്കാൻ കാരണം നിന്റെ ഡ്രസ്സാണെങ്കിൽ കുറ്റക്കാരി നീ. വനിത നടത്തിയ ഇന്റർവ്യൂലുള്ള ആ വാചകം എന്റേതല്ല. ഇവിടുത്തെ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ചിന്തകന്മാരും ഉജ്ജ്വല പ്രഭാഷകന്മാരും ഒക്കെ അംഗീകരിച്ച കാര്യം. ഇസ്ലാമിന് എവിടെ പയച്ചു? ഇസ്ലാമിന് എവിടെയും പയച്ചിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിന് പയച്ചിട്ടുണ്ട്. അതിന്റെ കാരണം പുരോഹിതന്മാരാണ്. അവിടെ അതുണ്ടായിട്ടുണ്ട്. പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളെ പഴപ്പിച്ചിട്ടുണ്ട്. അവർ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വേദത്തിലുള്ളതിനെതിരായി അവർ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതസമൂഹങ്ങൾക്കിടയിലും സതി സമ്പ്രദായം ഇന്ന് ആരെങ്കിലും അംഗീകരിക്കോ? കേരളക്കാര്? കേരളത്തിൽ സതിസമ്പ്രദായം എന്നില്ല, പക്ഷെ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. കാരണം കേരളം ഉത്ബുദ്ധമാണ്. സംവാദം കൊണ്ടാ കേരളം ഉത്ബുദ്ധായത്. ഇതൊന്നും ഇവിടെ വേണ്ട, അതൊന്നും വായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ നന്നാവൂല. അതാണ് ഉത്തരേന്ത്യയിൽ സംഭവിച്ചത്. ഉത്തരേന്ത്യയിൽ വിമോചനവുമായി ചെല്ലുന്നവരൊക്കെ കൊന്നു, തടുത്തു, തകർത്തു, തരിപ്പണമാക്കി. കേരളോ ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചു, സംവാദങ്ങൾ സ്വീകരിച്ചു, വിമർശനങ്ങളെ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉത്ബുദ്ധ സ്റ്റേറ്റായി കേരളം മാറിയത്. മനസ്സിലാക്കണം, കേരളം എന്തുകൊണ്ടാണ് ലോകത്ത് ഉത്ബുദ്ധായത്? കേരളത്തിന് ഒരുപാട് ധാരാറിപ്പുണ്ട്. അത് മതത്തിന്ന് പുറകോട്ട് പോയിട്ടാ, മൂല്യത്തിന്ന് പുറത്തോട്ട് പോയിട്ടാ, ആശയം പഠിക്കാത്തത് കൊണ്ടാ, മതം ശരിക്കും ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലാതെ മതം മനുഷ്യവിരുദ്ധമായത് കൊണ്ടല്ല. ഓരോ കാര്യം നിങ്ങൾ എടുത്തോളൂ. ദൈവവിശ്വാസം, വേദഗ്രന്ഥങ്ങൾ എന്താ പറഞ്ഞത്? വേദഗ്രന്ഥത്തിൽ ദൈവങ്ങൾ, കുറെ സൃഷ്ടികളെ ആരാധിക്കൽ, അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ? നമ്മൾ പരിശോധിക്കുക. കാരണം അതുണ്ടാക്കുന്ന ദുരന്തമേറെയാണ്. നമ്മുടെ രാജ്യത്ത് അതുണ്ടാക്കുന്ന ദുരന്തമേറെയാണ്. ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് ഒരാൾ ചോദിച്ചാൽ തെറ്റല്ല. അത് ആരെ ആരാധിക്കണം? ആരാ മഴ ചൊരിയുന്നത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ആരാ പുഴകൾ ഒഴുക്കുന്നത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ആരാ കടലിനെ നിയന്ത്രിക്കുന്നത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ആരാണ് ചൊവ്വയെ സൃഷ്ടിച്ചത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്? അവനെ ആരാധിക്കണമെന്ന് ഖുർആൻ. ഈ ആശയം ശരിയല്ല നിങ്ങൾ പറയും. ഞാനിപ്പോ പറയാണ്, എൻ്റെ ഒരാള്, വലിയൊരാള്, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ, ഇയാൾ എന്നെ ദൈവം എന്ന് ഞാൻ പറയാ. അപ്പൊ ഒരാളെ എഴുന്നേറ്റെന്ന് വെച്ച്, ഇയാൾക്ക് വയസ്സത്രേ? അയാൾക്ക് 60. അപ്പൊ 60 കൊല്ലം മുമ്പ് അയാളില്ലേ? ഇല്ല. അപ്പൊ 60 കൊല്ലം മുമ്പ് ലോകല്ലേ? ഉണ്ട്. അതിനാരാ നിയന്ത്രിച്ചേ? അതെന്നാ പ്രശ്നം? ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കില്ല. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ അവതരിപ്പിച്ച ദൈവവിശ്വാസത്തെ ഞാൻ ഖണ്ഡിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം പറയും, നിങ്ങൾ ഖണ്ഡിക്കാൻ കഴിയില്ല. നിങ്ങൾ ലോകത്തിലെ 80 ലക്ഷം ഡോക്ടറേറ്റ് എടുത്താലും എന്റെ ആശയത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. ആർക്കും വെല്ലുവിളി ഏറ്റെടുക്കാം. ദൈവവിശ്വാസം ഞാനിവിടെ അവതരിപ്പിക്കുന്നതിന്റെ അപ്പുറത്തൊരു വിശ്വാസം, ബെറ്ററായത് ഉണ്ട് എന്ന് അവതരിപ്പിക്കാൻ കഴിവുള്ള 714 കോടി മനുഷ്യരിൽ മഹാജീനസ് ആയിട്ടുള്ളവരെ നമ്മൾ വെല്ലുവിളിക്കും. സാധ്യമല്ല. അതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താ? ജോർജ്, ബാല, ഭാസ്കര, സുരേന്ദ്ര, നീയും ഞാനും ഒക്കെ മനുഷ്യരാണ്. നമ്മളെ സൃഷ്ടിച്ച ഒരു സർവശക്തനുണ്ട്. അവനാണ് നമ്മളെ ഒക്കെ സൃഷ്ടിച്ച്, അവനാണ് നമ്മുടെ പടച്ചോൻ. ഇതാശയം. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ബീവി ഉണ്ട്, ആ ബീവിനെ ആരാധിക്കണം എന്നല്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്.
ഞങ്ങളെ മുഹമ്മദ് നബി മഹാനാണ്, അദ്ദേഹത്തിന്റെ വിരലിനിലൂടെ വെള്ളം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുമ്പ് മൂസാ നബി വടി നിലത്തിട്ട് പാമ്പാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹമാണ് ദൈവം. ഇല്ല, ഞങ്ങൾ പറയില്ല. അത് ഞങ്ങൾ പറയുന്നത് മൂസാ നബി അയച്ചവൻ ദൈവം, ഈസാ നബിയെ അയച്ചവൻ ദൈവം. മരിച്ചു പോകുന്നവർ ദൈവങ്ങളല്ല, ദൈവമല്ല എന്ന് ഞങ്ങൾ പറയും. സൃഷ്ടിയും സൃഷ്ടാവും വേറെ. സൃഷ്ടികൾക്ക് സൃഷ്ടികളുടെ പ്രത്യേകത അത് അംഗീകരിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, മഹത്വത്തെ അംഗീകരിക്കുക. പക്ഷെ ദൈവത്തിലേക്ക് ഉയർത്തരുത്, അത് അനീതിയാണ്. ഏതുപോലെ ഞാൻ വളരെ നിങ്ങൾ ചിന്തിച്ചോളൂ. കല്യാണം കഴിച്ചു, നിയമപ്രകാരം ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അയാളുടെ ഭാര്യ അതീവ സുന്ദരിയൊന്നുമല്ല, എന്നാൽ സാമാന്യന് തെറ്റില്ല. ആ ഭാര്യ ഉണ്ടായിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സുന്ദരിയുടെ കൂടെ അയാൾ അന്തി ഉറങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താ? അതിന്റെ പേര്? ഓൾ എത്രയോ വലിയ സുന്ദരിയാണ്, പക്ഷെ നിയമവിരുദ്ധവും വ്യഭിചാരവുമാണ്, അല്ലേ? അവകാശം ഭാര്യയുമായി ബന്ധപ്പെടാനാണ്. ഇനി ആ ഭാര്യ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ ഒരുത്തന്റെ കൂടെ കിടന്നാലും വിധി എന്താണ്? നിയമം എന്താണ്? പാടില്ലാത്തത്, അവകാശമില്ലാതെ അവളുടെ ഭർത്താവ് ഇതാണ് നിയമപ്രകാരം. ആ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ശരീരം പങ്കുവെക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാലോ. നമ്മൾ ആരെ ആരാധിക്കണം? ആരെയാണോ ആരാധിക്കാൻ അർഹതയുള്ളത് അവനെ. അതാണ് ഞങ്ങൾ പറയുന്നത്. അർഹത ആർക്കാണോ അത് നമുക്ക് പരിശോധിക്കുക. അർഹത ആർക്കുള്ളത്, ആർക്ക് അർഹതല്ല. ആരാണ് യോഗ്യൻ, ആര് യോഗ്യനല്ല. ആരാണ് സർവശക്തൻ, ആര് സർവശക്തനല്ല. ആരാണെല്ലാം കാണുന്നവൻ, ആരെല്ലാം കാണുകയില്ല. ആരാണെല്ലാം കേൾക്കുന്നവൻ, ആരെല്ലാം കേൾക്കുകയില്ല. ആരാണ് ചാബല്യങ്ങൾക്ക് വിധേയമാകുന്നവൻ, ആർക്ക് ചാബല്യമില്ല. ആരിവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നു, അല്ല ഇടക്ക് മരിച്ചു പോകുന്നു. ഇന്നലകളിൽ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് രോഗത്തിനടിമയായി കിഡ്നി പോലും വീക്കായി മരിച്ചു പോകുന്ന ആളുകളെ ആരാധിക്കാമോ ഇല്ലേ എന്നത് ബുദ്ധിയുടെ തേട്ടമാണ്, ചോദ്യമാണ്. അത് ബുദ്ധിയാണ്. ആ ചോദ്യത്തിന് ന്യായമായി മറുപടിയാണ് വേണ്ടത്, ന്യായമായി മറുപടിയാണ് കണ്ടെത്തേണ്ടത്. അതാരും ഏത് മനുഷ്യനും അതാണ്. ഈ ആകാശത്തെ ചൂണ്ടിക്കാണിച്ച്, ഈ ചന്ദ്രന്റെ നിലാവലകൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയുന്നു, ചന്ദ്രനെ, ചൊവ്വയെ, വ്യാഴത്തെ, യുറാനസിനെ, നെപ്റ്റ്യൂണിനെ, എല്ലാം ഏതൊക്കെ ഗ്രഹങ്ങളുണ്ടോ അതിനെ, നക്ഷത്രങ്ങളെ, ഇതിനെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരോ അവനെ. അതാണ് വളരെ കൃത്യമാണ്, വളരെ ലളിതമാണ്. കഴിഞ്ഞ 1-2 മാസത്തിന്റെ ഇപ്പുറത്തായി ഉണ്ടായൊരു അനുഭവം ഞാൻ പറയാറുണ്ട്. ഒരാൾ എൻ്റെ കൂടെ ട്രെയിനിലെ യാത്ര, ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാള്, കുറെ ഞാൻ അയാൾ ചിരിച്ചപ്പോ ഒന്നും അയാൾ ചിരിച്ചില്ല, കാരണം എൻ്റെ താടിയാണ് പ്രശ്നം. അപ്പൊ ഞാൻ കുറെ ചിരിച്ചപ്പോ അയാൾ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കാത്തത്? നിങ്ങൾക്ക് എന്താ ചിരിച്ചാല് ഞങ്ങൾ മിണുങ്ങുമോ? ഇല്ല, നിങ്ങളൊന്ന് ചിരിച്ചു നോക്ക്. ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിലൊരു മെസ്സേജാണ്, എനിക്ക് നിങ്ങളോട് ഒന്നുമില്ല കേട്ടോ എന്നാണത്. ഞാൻ ചിരിച്ചാൽ എന്താ, നമ്മൾ അന്യരല്ല കേട്ടോ. ഒരാളെ കാണുമ്പോൾ ഞാൻ നല്ലോണം ഒന്ന്, അത് മനസ്സറിഞ്ഞ് ചിരിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ആ ചിരി. ഇളിയും ചിരിയും തമ്മിൽ വ്യത്യാസം. ഇങ്ങനെ ശരി, ഒരാൾ മനസ്സറിഞ്ഞ് ചിരിക്കുക, ആ ചിരി എന്നൊരു വലിയ മെസ്സേജാണ്. നിങ്ങളും ഞാനും അന്യനല്ല കേട്ടോ, എനിക്ക് നിങ്ങളും പ്രിയങ്കരൻ തന്നെ. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ? അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ല രസത്തിൽ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? പറഞ്ഞേ അതെ. ശക്തനായ ദൈവവിശ്വാസിയാണോ? അതെ, ശക്തനായ ദൈവവിശ്വാസിയാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാനും നല്ലൊരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവവിശ്വാസം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം, നിങ്ങളുടെ ദൈവവിശ്വാസങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളും ഞാനും ഉൾപ്പെടെ ഈ ലോകത്തെ 714 കോടി മനുഷ്യരെയും, ഈ 7 ആകാശവും 7 ഭൂമിയും, അതിനിടയിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ അനന്ത പരകോടി ജീവജാലങ്ങളും എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംവിധാനിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന പരാശക്തിയാരോ അവനാണ് എൻ്റെ ദൈവം. ഉടനെ അയാൾ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, എൻ്റെ ദൈവം കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലത്തെ ഒരു മഹാനായിട്ടാണ്, അത് ഗുരുവായൂരപ്പനാണ്. എനിക്ക് ഇങ്ങളീ പറഞ്ഞ ഒരു വിശ്വാസം, ഇങ്ങനെ വിശ്വമാനവികത നിലനിൽക്കുന്ന ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ വളരെ ചുരുങ്ങിയൊരു പരിമിതിയിലെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കണം. ഞാൻ പറയണ എന്താണ്? കല്യാണിയമ്മേ, മാലതിയമ്മേ, ജോർജേ, എന്റെയും നിന്റെയും മൂക്കിലൂടെ കടന്നു പോകുന്ന ഉച്ഛ്വാസവായു,
ശ്വാസവായു നാം സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും അതാരാണോ സൃഷ്ടിച്ചത് അവൻ ലോകത്തിന്റെ നാഥൻ. കണ്ടോ, ഇനി എതിർക്കാൻ ആർക്കാ കഴിയുക? ഈ പ്രസംഗത്തെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? അവിടെയാണ് പഠിക്കേണ്ടത്. ഒരുപാട് കാലം ജീവിച്ചു, പെട്ടെന്ന് മരിച്ചു. നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താ? ഓം അസദുമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ? ഓം അസദുമാ സദ്ഗമയ, പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം, സർവശക്ത, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ. ആണല്ലോ, അതാണല്ലോ പ്രഖ്യാപനം. അപ്പൊ 25 കൊല്ലം ജീവിച്ച സുരേന്ദ്രന്, 25 കൊല്ലം ജീവിച്ച ഉണ്ണികൃഷ്ണന് പഠിച്ചിട്ട് അവന്റെ പ്രാർത്ഥന എന്താ? അസത്യത്തിൽ നിന്ന് സത്യത്തിലെത്തണേ. അപ്പൊ അവൻ അതുവരെ വിശ്വസിച്ച അസത്യമാണ്. ഇതിനേക്കാൾ ബെറ്ററായ ഒരു സത്യം അവന് കിട്ടി, നാ സത്യം സ്വീകരിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഇരുട്ടിലാണോ? ആ ഇരുട്ടിൽ നിന്ന് മോചനം വേണം. ആ ഇരുട്ടിൽ നിന്ന് മോചനം വേണം. ഏതൊരു കാര്യവും അങ്ങനെയാണ്, ഏതൊരു സംഗതിയും അങ്ങനെയാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ വീട് നല്ല വൃത്തിയായിരിക്കും. ആ വീടിന്റെ മുറ്റം നല്ല വൃത്തി, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ വീട്. ഞാനിവിടെ ബാലരാമപുരത്ത് ഒരുപാട്, ആ പള്ളിയുടെ പരിസരത്ത്, ഞാൻ തുറന്നു പറയാൻ, ആ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് പച്ചക്കറിയും ഒരുപാട് കടകളുണ്ട്. അതിന്റെ മുഴുവൻ വേസ്റ്റ് റോട്ടിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണത്. മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഉൾപ്പെടെ ഇസ്ലാമിനെ എതിർക്കേണ്ടി വരുന്നു ഈ കാര്യത്തെ. വല്ലാത്തൊരു തത്വമാണ്, വല്ലാത്തൊരു തത്വമാണ്. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ പാതിയാണ് വൃത്തി. ഒരാൾ വിശ്വാസിയാണെങ്കിൽ അതിന്റെ പാതി വൃത്തിയാണ്. അയാളെ വായിന്നൊരു ദുർഗന്ധം ഉണ്ടാവില്ല, അയാളുടെ മുഖത്ത് ചളി ഉണ്ടാവില്ല, അയാളുടെ നഖം മൃഗത്തിന്റെ പോലെ നഖം ഉണ്ടാവില്ല, അയാളുടെ ഡ്രസ്സ് ഈങ്ങൂല, അതുപോലെ പലതും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അതേപോലെ ബാലരാമപുരത്തെ ആ റോഡരികിൽ വൃത്തികെട്ട് ഒരുപാട് വേസ്റ്റുകൾ നിക്ഷേപിച്ച് റോഡരികിൽ ദുർഗന്ധം വമിച്ചിരിക്കുന്നു. നാട്ടുകാരെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു? പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വൃത്തി മഹോന്നതമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഭാര്യയുമായി കുളിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ചു. ബന്ധപ്പെട്ട ഉടനെ ഗുഹ്യഭാഗങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ആ കഴുകാൻ ഉപയോഗിച്ച കൈ തറക്കല്ലിൽ സോപ്പിട്ട് ഒരച്ച് കഴുകി പഠിപ്പിച്ചു മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതൊന്നും വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ളവരാരവിടെ? ഇതൊന്നും വേണ്ട, ആവശ്യമില്ല, മനുഷ്യൻ എന്നെ വൃത്തിയിട്ട് അങ്ങനെ ജീവിച്ചോട്ടെ. ലൗലാ അൻ അശുക്ക അലാ ഉമ്മതി ലഅമർതുഹും, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ല, ഞാൻ നിർബന്ധിക്കുമായിരുന്നു 5 നേരം പല്ല് തേക്കാൻ. പ്രവാചകൻ ഡെയിലി 20 തവണ പല്ല് തേച്ചു. ഞാൻ പറയുന്നത് മനുഷ്യരെ, മതം എന്ന് പറഞ്ഞാൽ പടച്ചോൻ അവതരിപ്പിച്ചാണ്. ഏത് പടച്ചോൻ? ഇവിടുത്തെ 714 കോടി ജനങ്ങളെയും സൃഷ്ടിച്ച പടച്ചോൻ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ സൃഷ്ടിച്ച പടച്ചോൻ. ആ പടച്ചോനിലേക്കാണ് ഞങ്ങൾ ഒന്നാമതായി നിങ്ങളെ ക്ഷണിക്കുന്നത്, വ്യക്തികളിലേക്കല്ല. വ്യക്തികളെ മഹാവ്യക്തികളായി അവതരിപ്പിച്ച് ഇല്ലാത്ത മേന്മ പറഞ്ഞ് അവരെ ദൈവാക്കി ചിത്രീകരിക്കുന്നതല്ല ഇസ്ലാം. ഇസ്ലാം പറയുന്നത് സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ. ഇസ്ലാം മാത്രമല്ല, ലോകത്തെല്ലാ വേദങ്ങളും. യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞ എന്താ? മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ആ വചനത്തിലുള്ളത് തന്നെ എന്താ? ഇസ്രായേലേ കേൾക്ക. യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ് ഒരാൾ, ഏറ്റവും ഉന്നതമായ കൽപ്പന എന്താ? ഏറ്റവും പ്രധാനമായ പ്രഥമമായ അല്ലെങ്കിൽ മതത്തിന് പ്രവാചകന്മാർക്ക് പഠിപ്പിക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ആശയം എന്താണ്? ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ? ഇസ്രായേലേ കേൾക്ക, കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ, പഠിച്ചോളൂ. നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ കണ്ടോ, ഏക കർത്താവ്, അവനെ, അവരേ എന്നല്ല, സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. അവനെ
അവരെ നല്ല പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സ്നേഹത്തോടെ ആരാധിക്കുക, സ്നേഹിക്കുക എന്നാ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാചകം അതിൽ പറയണ എന്താ? അത് പറയണത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വ്യക്തമാണ് ഏകദൈവാരാധന. ഞങ്ങൾ പറയുന്നത് എന്താണ്? എല്ലാരും ഭിന്നിച്ച് തമ്മിൽ മതത്തിന്റെ പേരിൽ ആരാധനാലയങ്ങൾ കയ്യേറി കലാപങ്ങൾ ഉണ്ടാക്കി വിഗ്രഹങ്ങൾ തകർത്ത് പ്രതിമകൾ തകർത്ത് കലാപം ഉണ്ടാക്കണ്ട. കാരണം നമ്മുടെ ദൈവത്തിന് പ്രതിമയില്ല. അവൻ ഏകനാണ്. അവൻ കണ്ണിന് പ്രാപിക്കാൻ കഴിയാത്തവനാണ്. കേനോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ 6-7 ശ്ലോകമാണ്. ദൈവത്തെ നീ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാ പറയുന്നു. ഞാനല്ല പറയുന്നത്, കേനോപനിഷത്താ പറയുന്നു. നിന്റെ കണ്ണിന് ദർശനം നൽകിയവൻ, നിനക്ക് കാണാൻ കഴിയാത്തവൻ. ബൈബിളിലും അതല്ലേ പറഞ്ഞത്? ലാ തുദ്രികുഹുൽ അബ്സാർ. പടച്ചോൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പടച്ചോൻ നിങ്ങളെ കണ്ണിന് ദർശനം നൽകിയവനാണ്. സൂറത്ത് അൻആം 93 മുതൽ 103 വരെയുള്ള വചനം വായിച്ചു നോക്കിയത് നിങ്ങൾ. അപ്പൊ ഏക ദൈവത്തെ കുറിച്ചും മതം പറയുന്നു. ആ ദൈവത്തിന്റെ അടിമകളാണ് മനുഷ്യരൊക്കെ. അതുകൊണ്ട് അടിക്കല്ലേ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വകബായില വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം. എന്റെ മാധവേട്ട, ആ വാചകത്തിന്റെ പൊരുൾ മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശൂബൻ വകബായില. നിങ്ങളെ ഗോത്രങ്ങളും നിങ്ങളെ വ്യത്യസ്ത സംഘങ്ങളുമാക്കി മാറ്റിയത് ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നതോ, നിങ്ങളിൽ ദൈവത്തിങ്കൽ ആദരണീയൻ കറുത്തവനാണ്, വെളുത്തവനാണ്, ഭാരതീയനാണ്, പാകിസ്ഥാനിയാണ്, അറേബ്യക്കാരനാണ്, വത്തിക്കാനുകാരനാണ് അല്ല. ദൈവത്തിങ്കൽ ഏറ്റവും ആദരണീയൻ തൊലി വെളുത്തവനാണ് അല്ലെന്ന ഗോത്രക്കാരനാണെന്ന, ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വൈശ്യ വിഭാഗത്തിൽപ്പെട്ടവെന്ന, അറേബ്യയിലെ ഖുറൈശികളാണ്, ഗാമിദിയ ഗോത്രക്കാരാണ്, അല്ലെങ്കിൽ ലബീദ് ഗോത്രക്കാരാണ്, അല്ലെങ്കിൽ അദ്നാൻ ഗോത്രക്കാരാണ് എന്നാ പറഞ്ഞത്? അല്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം സൂക്ഷ്മത കൊണ്ട് ജീവിക്കുന്ന ആളെയാണ്. മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല, ആരാന്റെ സ്വത്ത് അപഹരിക്കില്ല, പടച്ചോൻ പറഞ്ഞനുസരിച്ച് ജീവിക്കും, രാജ്യദ്രോഹം ചെയ്യില്ല, നാട്ടിലെ സമൂഹത്തിന് ഉപദ്രവമുണ്ടാക്കില്ല, ഭാര്യയുടെ മുഖത്തടിക്കില്ല, മക്കളെ ജീവനോട് കുഴിച്ചുമൂടില്ല, പാവപ്പെട്ടവനെ സഹായിക്കും. അങ്ങനെ ജീവിക്കുന്നവനെയാണ് പടച്ചോൻ ഇഷ്ടം. എന്തൊരു മഹാസംഭവമാണിത്, എന്തൊരു മഹാസംഗതിയാണിത്. അതുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, നോക്ക് മനുഷ്യരെ, ഈ അരുവി, വിശുദ്ധ പ്രവാചകൻ നോഹ പ്രവാചകൻ, പേടകത്തിന്റെ പ്രവാചകൻ അല്ലെ, പ്രളയത്തിന്റെ പ്രവാചകൻ നോഹ പ്രവാചകൻ, അദ്ദേഹം ജനങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും മൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. വല്ലാത്തൊരു വാക്ക്. അല്ല മനുഷ്യരെ, നിങ്ങളുടെ സാക്ഷാൽ പ്രപഞ്ചനാഥനോട് പൊറുക്കലിനെ തേടി ചെയ്തു പോയ പാപക്കറകളെ ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സിൽ തട്ടി നിങ്ങൾ പറഞ്ഞോളൂ, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. താവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞാണ്, കരുനാഗപ്പള്ളിയിൽ അടുത്തുള്ള അദ്ദേഹത്തിന്റെ വാക്കെന്താ? തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. നിന്റെ പരിപാലകനായ സർവശക്തൻ നീ എത്ര വലിയ തെറ്റിയതിന്റെ അവനോട് പറ, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് മോചനം നേട് എന്ന് നൂഹ് നബി അവരോട് പറയാൻ. എന്നിട്ട് നൂഹ് നബി അവരോട് പറയുന്നതോ, അങ്ങനെ നിങ്ങൾ ദൈവത്തിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, ഈശ്വര പൊറുത്തു തരണേ, പടച്ചോനെ പൊറുത്തു തരണേ, ഉടയ തമ്പുരാനെ പൊറുത്തു തരണേ എന്ന് ദൈവത്തോട് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ തോതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ
നിങ്ങൾക്കവൻ അരുവികൾ ഒഴുക്കിത്തരും. അവൻ ഈശ്വരൻ അല്ലാഹു അരുവികൾ ഒഴുക്കിത്തരും. അവൻ നിങ്ങൾക്ക് നദികൾ സമ്മാനിക്കും, വെള്ളം തരും, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തരും, അധികരിപ്പിച്ചു തരും, ധാന്യങ്ങളെ മുളപ്പിച്ചു തരും. അപ്പൊ ഇവിടെ ഈശ്വരനെ പറ്റി പറയുമ്പോ വിത്തുമായി ബന്ധപ്പെടുത്തുന്നു, ആകാശവുമായി ബന്ധപ്പെടുത്തുന്നു. കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്. ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് നിങ്ങളിൽ നിന്ന്. ദിവ്യ വെളിപാടുകൾ എന്നിൽ ജിബ്രീൽ എന്ന മാലാഖയിലൂടെ ലഭിക്കുന്നുണ്ട് എനിക്ക്. പിന്നെയോ നിങ്ങൾ ആരാധിക്കേണ്ടത് ഏക ആരാധ്യനാണ്. ക്രിസ്ത്യാനികളോട് സംസാരിക്കാൻ ഖുർആൻ പറയാൻ സർവശക്തന് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവരോട് നിങ്ങൾ താക്കീത് ചെയ്യണം. എന്നിട്ട് എന്താ പറഞ്ഞത്? അവര് ചീത്ത പറയണമെന്നാ? അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് നുണ പറയുന്നവരോട്, കള്ളം പറയുന്നവരോട്, അലല്ലാഹിൽ കദിബ്, സാക്ഷാൽ സർവശക്തൻ അവന് വിവാഹം കഴിക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് വരുത്തി തീർത്തവരോട്, അവൻ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയുണ്ടായി എന്ന് മനസ്സിൽ കരുതുന്നവരോട് പറ. എന്തു പറ? അത് ശരിയല്ല എന്ന് ന്യായയുക്തം പറ. തോന്നിയ പറയാ. കേട്ടോളൂ ഖുർആൻ പറയുന്നത്, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതുകൊണ്ട് നീ അവരോട് സംവദിക്കുക. യുക്തിദീക്ഷിതയോടെ അവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കത്തക്ക ഉദാഹരണങ്ങളിലൂടെ, ചരിത്ര വിവരണങ്ങളിലൂടെ, ഉപമകളിലൂടെ അവരുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കും വിധം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർന്നില്ല. കുലിയ അഹ്ലൽ കിതാബി, അല്ലയോ വേദക്കാരെ, തആലൗ നിങ്ങൾ വരൂ, തആലൗ നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ ഒരു കലിമത്തിലേക്ക് വരൂ, സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും എതിരഭിപ്രായം ഇല്ലാത്തൊരു കാര്യം. അതെന്താ? അത് ഇലാഹുന ഇലാഹുക്കും വാഹിദ്. നിങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ ആരാധനയും രണ്ടല്ല, ഒന്നാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഇവിടെയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള നിയമപാലകർ എന്റെ പ്രസംഗം കേൾക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഞാൻ ഒരു വിഭാഗത്തിലെ, ഞങ്ങളൊരു വിഭാഗം ക്രിസ്ത്യാനികളെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയുന്നത്? നിങ്ങളെ ദൈവവും ഞങ്ങളെ ദൈവവും ഒന്നാണ്. എന്നിട്ട് മാത്രമല്ല, ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും. ഖുർആനിൽ മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ഇഞ്ചീലിൽ ഈസാ അലൈഹിസ്സലാമിന്, മസീഹ് ഈസക്ക് നൽകിയ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തൗറാത്ത്, തോറയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തനത്തിന്റെ വചനങ്ങളിലും അതിന്റെ പ്രവാചകനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖ് ബൈന അഹദിൻ മിൻ റുസുൽ. ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ ഭിന്ന സ്വരക്കാരല്ല. എവിടെയാ തെറ്റ്? എവിടെയാ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ? എവിടെയാ പോരായ്മ? മാർക്കറ്റിൽ ഒരു സംഭവം ഉണ്ടായി. മദീനയിൽ ഒരു ജൂതൻ, അയാൾ ഈ കച്ചവടക്കാരനാണ്, നേരത്തെ വെക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു സാധനം കളഞ്ഞു. അയാൾ എടുത്തതുണ്ട്, അയാൾക്ക് ഇഷ്ടമല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു, അത്യുന്നതനായ മൂസയെ തെരഞ്ഞെടുത്ത അല്ലാഹുവേ നിനക്ക് സ്തുതി എന്നുകൊണ്ട് മൂസാ നബിയുടെ മാത്രം പറഞ്ഞു. മുഹമ്മദ് നബി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു, ഒരു അൻസാരി. അയാൾ മോന്തക്കുട്ടിക്ക്, ജൂതന്റെ മോന്തക്കൊരു ഒറ്റടിയുടെ കൊടുത്തു. അള്ളാന്റെ റസൂല് മുഹമ്മദ് നബി ഇവിടെ മഹാനായി ഉണ്ടായിരിക്കെ മൂസാ നബീന്റെ മാത്രം പറയുന്നോ നീ? ഇനി ശ്രദ്ധിച്ചോളൂ, എന്റെ ഹൈന്ദവരോട്, എന്റെ ക്രൈസ്തവരോട്, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, നിയമപാലകരോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, പ്രവാചകന്റെ അടുത്ത് ജൂതൻ ഓടി. ഈ അടി കിട്ടിയ ജൂതൻ, മുസ്ലിമിനോട് കരണക്കുട്ടിക്ക് അടി കിട്ടിയ ജൂതൻ പ്രവാചകന്റെ അടുത്തേക്ക് ഓടുകയാണ്. സ്വന്തം നേതാക്കന്മാരെടുത്ത് പോയി ഇവന്നെ അടിച്ചിട്ടുണ്ട്, കലാപം ഉണ്ടാക്കണം എന്ന് പറയല്ല. മുഹമ്മദ് നീതിമാനാണ്, മുഹമ്മദ് ഇത് അംഗീകരിക്കില്ല. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി ഓടി. ജൂതൻ പറഞ്ഞു, ഞാന് മൂസാ നബിയുടെ മാത്രം പറഞ്ഞപ്പോ എന്റെ കവളത്തടിച്ചു നിങ്ങളുടെ അനുയായി. പ്രവാചകൻ അൻസാരിയെ വിളിച്ചു, നീ ഇത് ചെയ്തോ? അതെ. പ്രവാചകൻ പറഞ്ഞു, മേലിൽ നിങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ ഭിന്നത കൽപ്പിക്കരുത്. ഒരാളേക്കാൾ മേന്മയുള്ളവനാണെന്ന് നിങ്ങൾ പറയരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ,
ലോകം അവസാനിക്കും. സൂറെന്ന കാഹളത്തിൽ ഊതും. ഈ ജൂതനെയും മുസ്ലിമിനെ നിർത്തി പറയാൻ, ലോകം സിംഗുലാരിറ്റിയിൽ നിന്ന് ആരംഭിച്ച് സിംഗുലാരിറ്റിയിലേക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് തമോഗർത്തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു, ലോകാവസാനത്തെ കുറിച്ച് ചർച്ച ചെയ്തു. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു, സൂര്യൻ ചന്ദ്രനെ വിഴുങ്ങിക്കളയും. അങ്ങനെ വജുമി അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. വിശുദ്ധ ഖുർആൻ, മോഡേൺ സയൻസ് അംഗീകരിച്ചു. പ്രവാചകൻ പറയാണ്, ലോകം അവസാനിക്കും, എല്ലാവരും ഇവിടെ മരിച്ചു വീഴും. ലോകത്തിലെ സകല മനുഷ്യരും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻരോമങ്ങളെ പോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ പഞ്ഞിക്കെട്ട് കണക്കെ പാറി നടക്കുന്ന ദിനം. അന്ന് മനുഷ്യർ ഈയാമ്പാട്ടുകളെ പോലെ ചത്തൊടുങ്ങി മണ്ണിൽ നാമാവശേഷമാകുമ്പോ മറ്റൊരു കാഹളത്തിൽ ഊത്തുണ്ടാകും. അന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുക ഞാനാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോ അർശും പിടിച്ച് മൂസ അലൈഹിസ്സലാം നിൽക്കുന്നു. ഞാനാണോ ആദ്യം ഉയർത്തെഴുന്നേറ്റപ്പെട്ടത്? മൂസ അലൈഹിസ്സലാമാണോ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത്? അള്ളാഹു അദ്ദേഹത്തെ എന്നേക്കാൾ ആദരിച്ചുവോ എന്നെനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അരുത്, ഒരു പ്രവാചകന്മാർക്കിടയിലും ഭിന്നത കൽപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച നീതിയുടെ മതം ആകാശത്തിന്റെ ചുവട്ടിലെ മണ്ണുകളിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉജ്ജ്വലമായ ഐക്യത്തിന്റെ മെസ്സേജ്, അതാണ് ഇസ്ലാം. വാട്ട് ഈസ് ഇസ്ലാം? ഇസ്ലാം പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിച്ച ഉച്ചനീചത്വമില്ലാത്ത മതം. ദാറ്റ്സ് ഓൾ. അതാണ് ഇസ്ലാം. ഇത് പറയപ്പെടണം, അത് ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടണം. ഒരു തെറ്റും ഇസ്ലാം ലോകത്തോട് ചെയ്തിട്ടില്ല. ഇല്ല. എല്ലാവരോടും പറഞ്ഞു, ദാ നോക്ക്, വായും വെള്ളവും നൽകിയ ഒരു സിട്ട. എന്തിന്? റാംസസ് രണ്ടാമൻ ഫറോവ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ചെന്നു. ഇങ്ങനെ പറഞ്ഞു, ഇന്ന റസൂൽ റബ്ബിൽ ആലമീൻ, ഞങ്ങള് ലോകത്തിന്റെ പരിപാലകനായ സർവശക്തന്റെ പ്രവാചകന്മാരാണ്. കണ്ടോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അയച്ചതല്ല, ഒരു ജില്ലാ പ്രസിഡന്റ് അയച്ചതല്ല, അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ല. ഈ 7 ആകാശം, 7 ഭൂമി, സർവചരാചരങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെയൊക്കെ ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ഞങ്ങളെ അയച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, കുൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ അധിപനാരോ അവന്റെ പ്രവാചകനാണ് ഞാൻ, ലോകർക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ് ഞാൻ. ഞാൻ പഠിപ്പിച്ച തത്വം ലോകത്തെല്ലാവർക്കും ബാധകമാണ് എന്ന് പ്രവാചക. ഞാനൊരു ലോക്കൽ ഖുറൈശി അല്ല, ആകാശഭൂമികളുടെ നാഥനായി എന്നെ തിരഞ്ഞെടുത്തയച്ചത് ലോകത്തിന്റെ പരിപാലകനാണ്. മൂസാ നബിയോട് ഫിറഔൻ ഒരു ചോദ്യം, വമാ റബ്ബുൽ ആലമീൻ, അല്ല മൂസ, നീ എന്റെ കൊട്ടാരത്തിൽ കയറി വന്ന് ഒരു പരിപാലകനുണ്ട്, ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ, അതാരാ? കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ട ഈ നെയ്യാറ്റിൻകരയിലെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരങ്ങളെ, മൂസാ നബിയുടെ മറുപടി എന്താ? എന്റെ വല്യാപ്പ അത്ഭുതം കാണിച്ച ഒരാളായിരുന്നു, അയാളാണ് പടച്ചോൻ, ഞാൻ ആ വല്യാപ്പാന്റെ മോന്റെ മോനാണ് എന്നാ പറഞ്ഞ്? അല്ല. പിന്നെയോ, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. 26-ാം അധ്യായം 23, 24 വചനം. ആ വചനത്തിൽ എന്താ ഉള്ളത്? റബ്ബുസ് സമാവാതി വൽ അർദ്. ഫിറഔൻ രാജകൊട്ടാരത്തിൽ ജനങ്ങളൊക്കെ ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഫിറഔൻ ഉണ്ട്. എല്ലാവരോടും പറയണം ഫിറഔൻ. ഞാൻ പറയുന്ന ദൈവം ആകാശഭൂമികളുടെ പരിപാലകനാണ്. കണ്ണെത്താത്ത ദൂരം. നിങ്ങൾക്കറിയുമോ ചൊവ്വയുടെ ഭ്രമണപഥം 400 ചില്ലാണം മൈലുകൾക്ക് പുറത്താണ് മംഗളയാൻ പ്രവേശിച്ചിരിക്കുന്നത്. 76 കോടി കിലോമീറ്റർ അകലെ, 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. 76 കോടി കിലോമീറ്റർ അകലെ മംഗളയാൻ നിൽക്കുമ്പോ ആ 76 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയെ, അതേ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെയാണ് അറബിയിൽ അല്ലാഹു എന്ന് പറയാൻ കഴിയോ? ഇവിടെ കേറി വന്നിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാര്യന്, ഒരു പള്ളിയിലച്ഛന് പറയാൻ കഴിയുമോ ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും, എലിയെയും പൂച്ചയെയും സിംഹത്തെയും പാമ്പിനെയും പശുവിനെയും തുളസിച്ചെടിയെയും ആൽത്തറകളെയും സൂര്യചന്ദ്രന്മാരെയും മനുഷ്യരെയും സൃഷ്ടിച്ചവനാണ്
എന്റെ ഈശ്വരൻ എന്ന് പറയാൻ ഒരു പള്ളിയിലച്ഛന് സാധിക്കുമോ? ഒരു മുസ്ലിയാർക്ക് സാധിക്കുമോ? ഇസ്ലാമിന് അതിന് സാധിച്ചു. ഇസ്ലാം സ്വീകരിച്ച അങ്ങക്കും സാധിക്കും. ഇസ്ലാം അനുസരിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളില്ല. ഷുവർ, കായബലം കൊണ്ട് ശരീരത്തെ അടിച്ചു താഴാൻ പറ്റും. ആശയഭദ്രതയുള്ള ഹൃദയത്തിനെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം ഏകദൈവത്തെ ഖുർആൻ വിളിക്കണേ, യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. 2-ാം അധ്യായം 21. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. 80-ാം അധ്യായം 23 മുതലുള്ള വചനം. അല്ല, എല്ലാരും അറിയിച്ചു. നെയ്യാറ്റിൻകരയിലെ ബഷീറും സുരേന്ദ്രനും ഭാസ്കരനും ഹോട്ടലിൽ കയറി ചിക്കൻ വരട്ടെ എന്ന് പറഞ്ഞു, മട്ടൻ വരട്ടെ എന്ന് പറഞ്ഞു, ചിക്കൻ കടായി വരട്ടെ എന്ന് പറഞ്ഞു, 65 വരട്ടെ എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പടച്ചോൻ ചോദിക്കാൻ, ബാലാ, സുരേന്ദ്ര, സുബേറെ, ഫൽയൻദുരിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ കഴിക്കണ ഭക്ഷണത്തിലേക്ക്? ആരാണോ ആ ഭക്ഷണങ്ങൾക്ക് തന്നത്? മഴ പെയ്തു, ഭൂമി മുളച്ചു, ധാന്യങ്ങൾ നൽകി, ഈത്തപ്പഴം നൽകി, മാതളം നൽകി, ഫ്രൂട്ടുകൾ നൽകി. ഇതാര് നിങ്ങൾക്ക് നൽകി? അവനാണ് ഈശ്വരൻ. ദാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് കലിയുഗത്തിൽ വന്നു. ശ്രീരാമ ശ്രീകൃഷ്ണ അവതാരങ്ങളെ നമ്മൾ പഠിച്ചു. ദശരഥ മഹാരാജിന്റെ പുത്രനായി പുത്തകാമേട്ടി യാഗത്തിന്റെ ഒടുവിൽ ശൃംഗമുനി വായസാനം നൽകി കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. ഒരു ചിങ്ങമാസത്തിന്റെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, ലോകമുണ്ട്, ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. ആരതിനെ സൃഷ്ടിച്ചു? യേശുക്രിസ്തു കന്യാമറിയമ്മന്റെ പുത്രനാകുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി ആമിന ബീവിയുടെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, ഫ്രൂട്ടുണ്ട്, ഭക്ഷണമുണ്ട്, ധാന്യമുണ്ട്, സാഗരമുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, ഗർജിക്കുന്ന സിംഹങ്ങളുണ്ട്, ഓടി ഒളിക്കുന്ന മാൻപേടകളുണ്ട്, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ട്. ആരിതിനെ സൃഷ്ടിച്ചു? റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഇനി പറയൂ, എനിക്ക് തല കുനിക്കേണ്ടി വരുമോ? ഇവിടെ വരുന്നൊരു ജീനിയസിന്റെ മുമ്പിൽ എനിക്ക് നല്ല നെഞ്ചുറപ്പാ. മരിക്കണവരെ ഒരാശയത്തിന്റെ പേരിൽ ഒരുത്തന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. എത്ര ആയിട്ടുള്ള വന്നാലും, എത്ര ഡോക്ടറേറ്റുള്ള വന്നാലും, അത് ആദർശപരമായ ഭദ്രതയാണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരാൾ വന്ന് ഒരൊറ്റ അടി അടിച്ചാൽ ചിലപ്പോൾ ഞാൻ അവിടെ വീണു. പക്ഷേ ഞാൻ അവതരിപ്പിക്കുന്ന ആശയത്തെ കവിച്ചു വെച്ചൊരാശയം. കാരണം ഇത് പടച്ചോന്റെ ആശയം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഒക്കെ സൃഷ്ടിച്ച, പൂത്തിനെയും കാളയെയും പശുവിനെയും ഒക്കെ സൃഷ്ടിച്ച പടച്ചോന്റെ ആശയം. പടപ്പിന്റെ ആശയമല്ല. പടപ്പിന്റെ ആശയമാണ് തോറ്റു. ഇപ്പൊ ഞാൻ എന്റെ യുക്തി എടുത്തിട്ടൊരു കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു യുക്തി ഒരുത്തം പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വരും. നേരെ മറിച്ച് എല്ലാ യുക്തിയും തന്ന പടച്ചോൻ, പഞ്ചേന്ദ്രിയങ്ങളെ പരിമിതപ്പെടുത്തിയ പടച്ചോൻ, പരിമിതികളില്ലാത്ത അറിവിന്റെ ഉടമ, അശര്യമത് വദ്യതദൈവജന്യ അശര്യമോ വന്യശ്രണോധീ മൃതായ. ഗീതയിലെ ആത്മാവിനെ കുറിച്ചുള്ള ചർച്ചകളിൽ, ആത്മാവിന്റെ ശുദ്ധീകരണങ്ങളിൽ, വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവ് പടച്ചോൻ തന്നതാ, മണ്ണിന്റെ ഭാഗമല്ല, ചളിയുടെ ഭാഗമല്ല, അല്ല, മൂലകങ്ങളുടെ ഭാഗമല്ല. അത് ദൈവത്തിന്റെ. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി വജഅല ലക്കും അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. ദൈവത്തിൽ നിന്ന് ആത്മാവ് കിട്ടി. ആ ആത്മാവിനെ നന്നാക്കുക. കള്ളുകുടി ആത്മാവിനെ കേടുവരുത്തും. വ്യഭിചാരം ആത്മാവിനെ കേടുവരുത്തും. പലിശക്ക് വാങ്ങലും കൊടുക്കലും സാക്ഷ്യം വഹിക്കലും ആത്മാവിനെ കേടുവരുത്തും. വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ പ്രേമിക്കലും സ്നേഹിക്കലും ചുറ്റിക്കറങ്ങലും അവളെ തലോടലും തൊടലും അവിഹിത ബന്ധത്തിലൂടെ അവളെ ഗർഭം ധരിപ്പിക്കലും ആത്മാവിനെ കേടുവരുത്തും. അതുകൊണ്ട് മതം പറഞ്ഞു ഇതൊന്നും ചെയ്യരുത്. ആരെ ആരാധിക്കേണ്ടത്? ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്നത്,
ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സഥാതാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈദേമായ അഭിശാപിദേമാം. വ്യക്തമാണ് ആരെ ആരാധിക്കേണ്ടത്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആരാണോ ഉള്ളത്? ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ? സർവചരാചരങ്ങളും ആരെയാണോ ആശ്രയിക്കുന്നത് അവനെ ബ്രഹ്മമെന്നറിഞ്ഞാരാധിച്ചാലും. ഇതല്ലേ ശരി? ഇതല്ലേ സത്യം? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതാണോ നമ്മളെ അകറ്റുന്നത്? ഇതാണോ വർഗീയത? ഇതാണോ വിഭാഗീയത? ആണോ? അല്ല എന്നത് ഉറപ്പാണ്. അല്ലേ? അല്ല എന്നത് ഉറപ്പാണ്. എല്ലാവർക്കും അറിയാവുന്നതാണത്. അല്ലേ? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഗീതയുടെ 18-ാം അധ്യായം 62-ാമത്തെ ശ്ലോകമാണ്. അവ്യക്തം വ്യക്തിമാപന്യം മാനന്ദേ മാമബുദ്ധയാ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ദൈവം കൊടയും വടിയും ചൂടിയൊന്നും പ്രത്യക്ഷപ്പെടില്ല. ദൈവം സർവശക്തനാണ്. അല്ലേ? അങ്ങനെയല്ലേ? മഹാനിർവഹണ സ്തോത്രത്തിലുള്ളത് എന്താ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ, ഒന്നിലധികമില്ല. എന്നിട്ട് പറയണ എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ സർവശക്ത നിന്നോടാണ്. അപ്പൊ ഈ സദസ് നെയ്യാറ്റിൻകരയിൽ 4 ചെറുപ്പക്കാരെ എഴുന്നേറ്റെന്ന് പറയണെന്ത്? പടച്ചവനെ, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും, ആകാശഭൂമികളെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ ആ ചെക്കന്മാർ തിരക്കിടില്ല കേട്ടോ. എന്ത് വർഗീയത ഉള്ളത്? എന്ത് വർഗീയത ഉള്ളത്? അതുകൊണ്ട് ഇസ്ലാം ശുദ്ധമായ ഏകദൈവാരാധന മാനവരാശിയോട് പറഞ്ഞു. മനസ്സിലായോ? എല്ലാ വേദവും പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബൈബിൾ, ഇപ്പൊ അച്ഛൻ വന്നിരുന്നെങ്കിൽ ഞാൻ അച്ഛൻ ഇരിച്ചിത് പറയുമായിരുന്നു. അച്ഛനോട് ചോദിക്കും, അച്ഛോ ഞാൻ പറയണതിൽ തെറ്റുണ്ടോ? എന്താ അതിലുള്ളത്? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഉണ്ടോ? ഒരു പ്രതിമയും പാടില്ല എന്നാണ് ബൈബിളിൽ ഇപ്പോഴും ഉള്ളത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാചകം എന്താ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടോ? ഇല്ല. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ആകാശത്തിലെ പറവകളുടെ രൂപമുണ്ടാക്കരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്നാ ബൈബിളിലുള്ളത്. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല. അപ്പൊ വേദങ്ങളെല്ലാം ദൈവത്തെ, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു രൂപം ഉണ്ടാക്കുന്നു, നമ്മൾ ചോദിക്കുന്നത് ആരാണ്? അത് ദൈവമാണ്. ശരി, ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാത്ത ദൈവത്തിന്റെ രൂപം നിനക്ക് എങ്ങനെ അറിയാം? കാണാത്ത സർവശക്തന്റെ രൂപം നിനക്ക് എങ്ങനെ ഈ രൂപത്തിൽ ഉൾപ്പെടുത്താം? ചർച്ചയാണ്. നിങ്ങൾക്കറിയാം, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആ ലൈറ്റ് ഓഫ് ട്രൂത്തില് 257-ാമത്തെ പേജിൽ ഈ കാര്യം പറയും. ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 12, 13, ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 38, 32, 515 പേജുകളിൽ 16 ദൂഷ്യം പറയുന്നു. അത്ഭുതകരമാണ്. ഇസ്ലാമോ? അപ്പൊ നിങ്ങൾ എന്നെ നോക്ക്. ഇപ്പൊ മുഹമ്മദ് നബിയുടെ പ്രതിമ ഉണ്ടോ ലോകത്ത് എവിടെങ്കിലും? നിങ്ങൾ ചിന്തിച്ചോളൂ. എന്തല്ലാത്ത മുഹമ്മദ് നബിയുടെ പ്രതിമ കേരളത്തിൽ നെയ്യാറ്റിൻകരയിൽ ഉണ്ടെന്ന് സപ്പോസ്, നഊദു ബില്ലാഹ്, ഉണ്ടെന്ന് വിചാരിച്ചോ? ഏതെങ്കിലും ചെറിയ ചെക്കന്മാര് ചേർന്ന് അത് നശിപ്പിച്ചു വിചാരിക്കുക. അവര് മറ്റൊരു മതത്തിലെ ആളാണെന്ന് വിചാരിക്കുക. കലാപം ഉണ്ടാവുമോ? ഉണ്ടാവൂലേ? കലാപുണ്ടാവും. കലാപുണ്ടാവും. എന്നാ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞിട്ടൊരു ഈച്ചനെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ നാട്ടില്? ഇല്ല. എങ്കിൽ ഇസ്ലാം ഒരിക്കലും കലാപല്ല. മുഹമ്മദ് നബിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ആരാധിച്ച മുസ്ലിങ്ങളെ എതിർക്കും. മുസ്ലിങ്ങളെ എതിർക്കും. അതാണ് ഇസ്ലാം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ടു. പിന്നെ ഇവിടെ നോക്കി, ഏറ്റവും വലിയ
ആധുനിക കാലഘട്ടത്തിലെ ഒരു തെറ്റുധാരണ മനുഷ്യർക്ക് സ്വാഭാവികമാണ്. ലവ് ജിഹാദ്, ജിഹാദ് എന്നത് പവിത്രമായ ഒരു പദമാണ്. ലവ് എന്നത് പവിത്രമായും വരും, പവിത്രമല്ലാതെയും വരും. ജിഹാദ് എപ്പോഴും പവിത്രമാണ്. ലവ് എന്ന് പറയുന്നതോ വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ പേപ്പിക്കാനുള്ള പ്രേമം, കല്യാണം കഴിച്ച് 2 മക്കളുള്ള ഒരു പെണ്ണിനോട് അയൽവാസിക്ക് തോന്നുന്ന പ്രേമം ഒക്കെ ലവ് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ നല്ല തല്ല് കൊള്ളിത്തരുന്ന പറയാ. മനസ്സിലായോ? 3 പെൺകുട്ടികളുള്ള ഒരു പെണ്ണ് വേറൊരുത്തന്റെ കൂടെ 18 വയസ്സുള്ള ചെക്കന്റെ കൂടെ ഓടിപ്പോകുന്നവള് മാനസിക രോഗിയായിട്ടാണ്. ഓളെ ചികിത്സിക്കാൻ വേണ്ടത്, ഓൾക്ക് മാനസിക രോഗമാണ്. ഇത് ഏറ്റവും അത്ഭുതമായ ഒരു പോയിന്റ് ഞാൻ പറയാം. മുസ്ലിം ചെറുപ്പക്കാർ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ച് മതത്തിൽ ചേർക്കുന്നു എന്നൊരു പ്രചരണം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ വസ്തുത എന്താ? ഞാൻ ആദ്യമായി പറയുന്ന വാചകം ശ്രദ്ധിച്ചോളൂ. എന്റെ വാപ്പാന്റെ പെങ്ങൾക്ക് സുന്ദരിയായ ഒരു മോളുണ്ടെന്ന് വിചാരിച്ചോ. എന്റെ അമ്മായിയുടെ മകൾ, ഓളെനിക്ക് പ്രേമിക്കാൻ പാടുണ്ടോ? അല്ലേ? ഇസ്ലാമിൽ പാടില്ല. എന്റെ അമ്മായിയുടെ മകളെ പോലും എനിക്ക് പ്രേമിക്കാൻ പാടില്ല. എന്റെ എളാപ്പയുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാം, എന്റെ മൂത്താപ്പയുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാം. എന്റെ മൂത്താപ്പന്റെ മോളെ എനിക്ക് പ്രേമിക്കാൻ പാടുണ്ടോ? ഇല്ല. ലവ് ലെറ്റർ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ടൂർ പോകാൻ പറഞ്ഞിട്ട് ലോഡ്ജ് കൊണ്ടുപോകാൻ പാടുണ്ടോ? ഇല്ല. മുസ്ലിം പെണ്ണിനെ തന്നെ പ്രേമിക്കാൻ പാടില്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കല്യാണത്തിന് മുമ്പ്. പിന്നെ എങ്ങനെമാരെ ആ മുസ്ലിമിനെ പ്രേമിക്കുക? ഇസ്ലാം അല്ല അത്. പിന്നെ ഒരു മുസ്ലിം അമുസ്ലിം പെൺകുട്ടിനെയും ഒരു അമുസ്ലിം പയ്യൻ മുസ്ലിം പെൺകുട്ടിനെയും സ്നേഹിക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ആ രോഗം മനുഷ്യരുള്ള കാലത്തേ ഉണ്ട്. അതൊരു രോഗമാണ്, മാനസിക രോഗം. മരുന്ന് കുടിക്കേണ്ട, ചികിത്സിക്കേണ്ട രോഗം. ഞാൻ വെറുതെ പറയല്ല, ഞാൻ തെളിയിച്ചു തരും. അത് മാനസിക രോഗമാണ്. ആരാരെ പ്രേമിക്കുന്നോ, അത് സാഹിത്യകാരനായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, ഓൽക്ക് പ്രാന്താണ്. എന്താ കാരണം? ഞാൻ പറയാം, ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. നമ്മുടെ ഉളമ്പാറയിലൊക്കെ പോയി ചങ്ങൽ കിട്ടോലല്ല പിടിക്കേണ്ടത്. കാമുകന്മാർ നിനക്ക് പ്രാന്താകുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ വരുന്ന ഈ ഉപദേശം തേടി വരുന്ന നിങ്ങൾക്ക് പ്രാന്താണ്, അതിനാണ് ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. ആ എന്താണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, കേട്ടോളൂ. ഞാൻ പറയുന്ന ഒറ്റ ഉദാഹരണം മതി. ഈ തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടി, അവളൊരു ക്രിസ്ത്യൻ പയ്യനെ സ്നേഹിക്കുന്നു, ഒരു മുസ്ലിം പെൺകുട്ടി. ഞാൻ സത്യം തുറന്നു പറയണം, കേട്ടോളൂ. അപ്പൊ ആ മുസ്ലിം പെൺകുട്ടിയുടെ ഉപ്പ ഒരു ഉന്നത തറവാട്ടിൽ ജനിച്ച നല്ലൊരു മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ ഈ സ്വഭാവത്തോട് വിയോജിപ്പ്. അവൾ അവനെ കെട്ടൂന്ന് വാശി. പാടില്ലെന്ന് പിതാവ്. ഒരു പിതാവിന്റെ അവകാശമാണ്. പിതാവ് ഇച്ഛിച്ച പ്രകാരം നല്ലൊരു കുടുംബത്തിൽ അവൾ എത്തണം, അവൾ ഒറ്റപ്പെട്ടു പോകരുത്, അവൾക്ക് മഹലിൽ രജിസ്ട്രേഷൻ കിട്ടണം, ഉസ്താദുമാർ അംഗീകാരം കിട്ടണം എന്നൊക്കെ ഒരു ബാപ്പ ആഗ്രഹിച്ചാൽ തെറ്റ് പറയാനില്ല. ശരി, ആ ബാപ്പ പറഞ്ഞു എന്നോടൊന്ന് ഉപദേശിക്കണം. ഞാൻ ആ പെൺകുട്ടിയും അവളുടെ ഉപ്പാനപ്പുറത്തും ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് അവനെ ഉപേക്ഷിക്കാൻ പറ്റണില്ല? എന്നോട് പറഞ്ഞു, ഉസ്താദെ 5 കൊല്ലായി ഞാൻ അയാളെ കണ്ടു. 5 കൊല്ലം ഞങ്ങൾ നല്ല ഇഷ്ടത്തിൽ. എന്നെ അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കണം. കാരണം 5 കൊല്ലത്തെ സ്നേഹമാണ് ഞങ്ങൾ, എനിക്ക് മറക്കാൻ വയ്യ. ശരി, സമ്മതിച്ചു. ഇതാരാന്ന് ചോദിച്ചു. അതിന്റെ ഉമ്മ. ഇതോ? അതിന്റെ ഉപ്പ. ശരി, നിനക്ക് എത്ര വയസ്സ്? 22. ഓഹോ, അപ്പൊ ഈ 22 കൊല്ലം നിന്നെ സ്നേഹിച്ച ഉമ്മയാണിത്, ആണോ? ആണ്. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് 10 മാസം വള്ളയിലിട്ടോ? ആട്ടു. നൊന്ത് പ്രസവിച്ചോ? പ്രസവിച്ചു. 2 കൊല്ലം പാല് തന്നോ? അതെ. നീ കരഞ്ഞാൽ ഉമ്മ കരഞ്ഞിരുന്നോ? അതെ. നിന്റെ വേദന ഉമ്മയുടെ വേദനയായിരുന്നോ? അതെ. നിന്നെ പഠിപ്പിച്ചു, എഞ്ചിനീയർ ആക്കി. നിന്റെ ജീവിതത്തിൽ നീ ഇട്ട മുഴുവൻ ഡ്രസ്സും നിന്റെ ഉപ്പ തന്നതാണ്, നിന്റെ ഉമ്മ തന്നതാണ്. അങ്ങനെ നിന്റെ ഉപ്പ കണ്ണിലെണ്ണ ഒഴിച്ച് നിന്നെ പഠിപ്പിച്ച് സ്നേഹിച്ച് ആളാക്കിയ നിന്റെ ഉപ്പയെ നിനക്ക് നാണം കെടുത്താം നാട്ടുകാരെ മുമ്പിൽ. അവരെ നിന്ദിക്കാം, അവരെ ദുഃഖിപ്പിക്കാം, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാം. ആ ഉമ്മാനെ മറന്ന്, ആ ഉപ്പാനെ മറന്ന് ഞാൻ ഈ ചെക്കന്റെ കൂടെ പോയാൽ അവര് മോഹാലസ്യപ്പെട്ടു പോകും, ഒരുപക്ഷെ അറ്റാക്കായി മരിച്ചു പോകും. അതൊക്കെ മരിച്ചൊടുങ്ങിക്കോട്ടെ, എനിക്ക് 5 കൊല്ലം കണ്ട പയ്യനെ മതി എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ മാനസിക രോഗിയാണ്, ഭ്രാന്തിയാണ്, നിന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിച്ചു. പിന്നെ എന്തുണ്ടായി? 22 കൊല്ലം പോറ്റിയ അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, 2 കൊല്ലം കണ്ട കൊയല് ഇറുക്കി കിടന്ന ചെക്കനെ ആകുവാനുള്ള യോഗ്യത എന്താ? ആണാണ് എന്നോനെപ്പറ്റി കണ്ട നാട്ടുകാർ പറയും, വേറൊന്നുമില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ചില ആളുകൾ പ്രേമിക്കുന്ന ചെക്കന്മാരെയും പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോൾ
എന്തോ മാനസികമെന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞാണ്. ആ രംഗത്ത് പുതിയ പഠനം വരണം. പ്രേമം രോഗമാണ്, മാനസിക രോഗമാണ്, ശരിയല്ല. അല്ല പവിത്രം തെളിയിക്കാൻ ഒരാൾക്ക് കഴിയില്ല, അതിനൊരു പവിത്രതയില്ല. പിതാ രക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയിലുള്ളതാണ്. പിതാവിന്റെ സംരക്ഷണത്തിലാണ് വിവാഹം വരെ ഒരു പെണ്ണ്. പിന്നെയോ ഭർത്രോ രക്ഷിതി യൗവനെ കാമുകോ രക്ഷിതി കോളേജേ എന്നൊരു വകുപ്പില്ല. കോളേജിൽ വെച്ച് കാമുകൻ ഇഷ്ടം പോലെ കൊണ്ടിടന്ന് തുപ്പി ചാറാക്കി ചളാക്കിയതിനു ശേഷം വേറൊരുത്തൻ എന്നടന്റെ വേസ്റ്റ് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന സമ്പ്രദായമല്ല. അതാണും പെണ്ണുങ്ങളുടെ ഏർപ്പാടാണ്. അത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും. ഇതാ ഞങ്ങളുടെ വീക്ഷണം. ഇനി നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോളി. ഞാൻ പറയുന്നത്, ഒരച്ഛനും ഒരു അമ്മയും ഒരു മകള് വേദനിപ്പിക്കുക, ഒരു ബാപ്പാനെ ഇമ്മാനെ ഒരു മകള് വേദനിപ്പിക്കുക. എന്തുകൊണ്ട്? മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കണം, മാതാവിനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന മനുസ്മൃതി. അപ്പൊ ഒരു ഹിന്ദു പുരുഷന് ഒരു മുസ്ലിം പെണ്ണിനെയും സ്നേഹിക്കാൻ പാടില്ല, ഒരു മുസ്ലിം ചെക്കന് ഹിന്ദു പെണ്ണിനെയും സ്നേഹിക്കാൻ പാടില്ല. കല്യാണപ്രകാരം മനുഷ്യൻ എന്നൽക്ക് എല്ലാ സ്നേഹവും ബന്ധവും കഷ്ടപ്പാടും ഒക്കെ കണ്ടറിയൊക്കെ ചെയ്യണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഭാസ്കരട്ടന്റെ മോളെ പഠിപ്പിക്കണം, അബ്ദുൽ അസീസിന്റെ മകൻ കോടീശ്വരനാണെങ്കിൽ പഠിപ്പിക്കാം. വേറൊരു ഉദ്ദേശത്തോടു കൂടി ആകരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് മതം. അതുകൊണ്ട് ലവ് ജിഹാദ് എന്നത് വെറും ഒരു കുമിളയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അത് നുണയാണ്, കളവാണ്, വേറൊരു വസ്തുത അതിനില്ല. ലോകത്തുനിന്ന് വരെ ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ബോധം ഇത് ഞാൻ പറയുമെങ്കിൽ തൽക്കാലം ദഹിച്ചില്ലാന്ന് വരും. ഇതാരും പറയാൻ ധൈര്യം കാണിക്കില്ല. ആരും ധൈര്യം കാണിക്കാത്തതിന് ധൈര്യം കാണിക്കാനാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കി. ജനങ്ങളുടെ മോചനം, ആരും കണ്ണീർ കുടിക്കരുത്. എനിക്കറിയാം, ഒരു ഹിന്ദു ആചാരപ്രകാരം വളർന്നൊരു മകൾ ഒരു മുസ്ലിം ചെക്കൻ്റെ കൂടെ ജീവിക്കാന്നുള്ളത് ഹിന്ദു ആചാരപ്രകാരം ജീവിച്ച ഒരു അച്ഛന് ചിന്തിക്കാൻ പറ്റില്ല. എന്തിനാ അയാളെ വിഷമിക്കുന്നത്? എന്തിനാ അയാളെ വിഷമിപ്പിക്കുന്നത്? എന്തിനാ അയാളെ ദുഃഖിപ്പിക്കുന്നത്? യസ്സിറു, നിങ്ങൾ എളുപ്പമാക്ക്, പ്രയാസപ്പെടുത്തല്ലേ എന്നാ പ്രവാചകൻ പറഞ്ഞത്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ നിങ്ങൾക്ക് ചിലത് മനസ്സിലായി. ഞങ്ങൾ ഇതിനാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ നടത്തുന്നത്. ജീവിതം എന്തിന് എന്നൊരു പുസ്തകം ഞങ്ങൾ കേരളം മുഴുവൻ വിതരണം ചെയ്തു. ഏറ്റവും നല്ല അഭിപ്രായമാണ് ആ പുസ്തകത്തിന്. അത് വായിച്ചവർ ആത്മാർത്ഥമായിരുന്നു. അതിന്റെ ഒന്നാമത്തെ, ഞാൻ ആ പുസ്തകം എനിക്ക് ആദ്യം ഇതിന്റെ നേതൃത്വം തന്ന അന്ന് ഒരു CD തന്ന് പുസ്തകം തന്നു. ഇതാദ്യം വായിക്കേണ്ടവർ നിങ്ങളാകുന്നു പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ആ CD ഇട്ടു, അത് ഫുള്ളായിട്ട് കേട്ടു. അതേ രാത്രി തന്നെ ആ പുസ്തകം ഒന്നാമത്തെ പേജ് തുടങ്ങി വെച്ചു. ഏറെ ക്ഷീണമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതിന്റെ ആദ്യ അക്ഷരം മുതൽ അവസാനിക്കുന്നത് വരെ അതിലെ വായന എന്നെ കൗതുകപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സത്യത്തെ മുൻനിർത്തി ആ പുസ്തകത്തിന്റെ ഒന്നാം പേജ് മുതൽ അവസാനം വരെ വായിക്കുന്നവരെ മനുഷ്യത്വത്തിന്റെ അംശമല്ലാതെ അനൈക്യത്തിന്റെ അംശങ്ങൾ അതിൽ കണ്ടെത്താൻ, സാഹോദര്യത്തിന് വിള്ളലുണ്ടാക്കുന്നതിൽ കണ്ടെത്താൻ സാധ്യമല്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ നിരീശ്വരത്വവും ബഹുദൈവത്വവും എക്കാലഘട്ടത്തിന്റെ പുരോഗതിക്കും തടസ്സമായി എന്ന് സൂചിപ്പിക്കുന്ന ഉജ്ജ്വലമായ വരികളല്ലാതെ മതസ്പർദ്ധ വളർത്തുന്ന ഒന്നും അതിലില്ല എന്നത് വളരെ കൃത്യമാണ്. പക്ഷെ അത് വായിക്കേണ്ട പ്രകാരം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ അതിൽ കുഴപ്പമില്ല. പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതം. ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ ഇസ്ലാം 2000-ലധികം വരുന്ന വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന അതാണ്. എന്ത് നന്മ ഇവിടുന്ന് ചെയ്താലും അത് ദൈവത്തിന്റെ അടുത്ത് കിട്ടും. എന്ത് തിന്മ ഇവിടുന്ന് ചെയ്താലും, ഇപ്പൊ ജയലളിത എന്ന് വിവാദമാണ്, ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ജയിലിലേക്ക് ആണ് തലക്കെട്ട് അല്ലേ? എന്തേ കാരണം? അനധികൃതമായി രാജ്യത്തിന്റെ നിയമങ്ങളെ ഭേദിച്ച് സമ്പത്തുണ്ടാക്കി. 28 കിലോ സ്വർണം, 10,500 സാരി. നിങ്ങൾ ആലോചിക്കണം, 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ട ഈ ശരീരം പൊതിയാൻ 10,500 സാരി. അനധികൃതമായി ഉണ്ടാക്കിയ കോടികൾ. നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ മരിച്ചു പോകും. നീതി ചെയ്തവർ സൃഷ്ടിക്കപ്പെടും ഒരു പക്ഷേ, നീതി ചെയ്യാത്തവർ സംരക്ഷിക്കപ്പെടും ഒരു പക്ഷേ. അധികാര സോപാനങ്ങളിൽ തെറ്റുകൾ ചെയ്തവർ വിരാജിക്കപ്പെടും, തെറ്റ് ചെയ്യാത്തവർ ജയിലിന്റെ അറകളിൽ ഇരുണ്ട പുകതെന്ന് ജീവിച്ചു മരിച്ചു പോകും. അവിടെയാണ് അമ്മമാർ ബലാത്സംഗം ചെയ്യപ്പെട്ട അമ്മമാരുടെ ദീനരോധനങ്ങൾ, അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ,
അതേ ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനയിലും കോസറോവയിലും ലബനാനിലും കാശ്മീരിലും ഇന്ത്യയിലും ഭീവണ്ടിയിലും മുറാദാബാദിലും ജാംഷഡ്പൂരിലും അതുപോലെ തെരുവുകളിൽ മരിച്ചു വീണ ലക്ഷോപലക്ഷം മനുഷ്യരെ, നിരപരാധികളെ കൊന്നൊടുക്കി അവരുടെ കബന്ധങ്ങളിൽ അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇരുന്നവർ, അവർ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവർ സൃഷ്ടിക്കപ്പെടുന്ന നീതിനിഷ്ഠമായ ഒരു ലോകമുണ്ടാകണം. ആരാതാഗ്രഹിക്കാത്തത്? ഹിരോഷിമയും നാഗസാക്കിയിലും കൊല്ലപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്തു? ഭോപ്പാൽ ദുരന്തത്തിൽ ഇരയായവർ എന്ത് ചെയ്തു? അതുകൊണ്ട് നീതിയുടെ ഒരു ലോകം ഇവിടെ പര്യാപ്തമല്ല, അതുണ്ടാവണം. വലത് കൈയിലും ഇടത് കൈയിലും പ്രവർത്തനത്തിന്റെ കർമ്മരേഖകൾ നൽകപ്പെടുന്ന ഒരു ലോകം, നന്മയും തിന്മയും ചെയ്തു. ഒരാൾക്ക് ഭാര്യന്റെ മുമ്പിൽ നല്ല ആളാവാം, ഒരു ഭർത്താവിന്റെ മുമ്പിൽ പതിവ്രത ചമയാം, ഭർത്താവിന്റെ അഭാവത്തിൽ അവൾക്ക് വ്യഭിചരിക്കാം, പക്ഷെ ഭർത്താവ് മരിക്കണവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ വഞ്ചന ഭർത്താവിന് ബോധ്യപ്പെടുന്ന ഒരു ലോകം ഉണ്ടാവണം. ഒരു സമ്പത്ത് കാണാനില്ല, ഒരു ചെക്കിൽ എഴുതി വെച്ച ലക്ഷങ്ങൾ കാണാനില്ല, കാമുകന് കൈമാറിയതാണ് ഭാര്യ, പക്ഷെ ഭർത്താവ് അറിഞ്ഞില്ല. അവളും കൂടി ഭർത്താവിന്റെ കൂടെ തിരയാൻ അവളെ വിശ്വസിച്ചു മരിക്കുന്നത് വരെ. ആ മുഖം പിച്ചി ചീന്തപ്പെടുന്ന ഒരു ലോകം ഉണ്ടാവണം. ഭർത്താവ് ഗൾഫിൽ അധ്വാനിക്കുമ്പോ ഇവിടെ അന്യപുരുഷന്റെ കൂടെ തെണ്ടിത്തിരിയുന്ന പെണ്ണിനെ ഒരുപക്ഷെ ഭർത്താവ് അറിഞ്ഞില്ലെന്ന് വരാം, ഭർത്താവിന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ലെന്ന് വരാം, അവരുടെ മക്കൾ പോലും അറിഞ്ഞില്ലെന്ന് വരാം. അത് തെളിയിക്കപ്പെടുന്ന ഒരു ലോകം ഇവിടുത്തെ കോടതിയിലില്ല. ഒരു വാക്ക് കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരനാവശ്യ പ്രവർത്തനം കൊണ്ടൊരു സമൂഹത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തീവ്രവാദികളല്ലാത്തൊരു വിഭാഗം തീവ്രവാദികളെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഭീകരവാദത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഈച്ചയെപ്പോലും കൊല്ലാത്തവരെ ഭീകരവാദികളാക്കി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സിനേറ്റ വേദനയുടെ ആഴമളക്കാൻ ഭൗതിക കോടതിക്ക്, സുപ്രീം കോടതിക്ക് സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതിനാൽ നീതിയുടെ ഒരു ലോകം പുലരണം, പരലോകമുണ്ടാകണം. അതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ലോകത്തോട് ഞങ്ങൾ പറയും. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പാൻപറാക്ക് കഴിക്കരുത്, പെപ്സി കോള കുടിക്കരുത്, പുകവലിക്കരുത്, സിനിമ കാണരുത്, സീരിയൽ കാണരുത്. അങ്ങനെ തുടങ്ങി മനുഷ്യത്വത്തിന് നിരക്കാത്ത സകല തിന്മകളിൽ നിന്നും മോചനം നേടണം. മനുഷ്യനായി ജീവിക്കണം. പട്ടിണി കിടക്കുന്നവൻ ജാതിയും മതവും നോക്കാതെ സഹായിക്കപ്പെടണം. കഷ്ടപ്പെടുന്നവൻ ആരായാലും. ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റുന്നു പ്രവാചകൻ. മജൂസിയുടെ ശവമഞ്ചം ഖാദിസിയ യുദ്ധവേളയിൽ കൊണ്ടുപോകുമ്പോൾ 2 സ്വഹാബിമാരെ എഴുന്നേറ്റുന്നു. അവരോട് ചോദിക്കപ്പെട്ടു, അത് മജൂസിയല്ലേ? ഞങ്ങളുടെ പ്രവാചകൻ ജൂതനായവന്റെ, ജൂതന്മാർ ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതം തോന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കണം. ജൂതന്മാർ പ്രവാചകനെ ചീത്ത പറയുന്നു, വിമർശിക്കുന്നു, എതിർക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴും മൂസാ നബിയുടെ മാത്രം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രൈസ്തവർ പ്രവാചകനെ മക്കയിലും മദീനയിൽ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴും ഈസാ നബിയുടെ മാത്രം. ജൂതന്മാർ മുഖ്യ ശത്രുക്കളായിരിക്കെ ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ അവരൊരു മനുഷ്യനല്ലയോ എന്ന് ചോദിച്ചെഴുന്നേറ്റ് ആ മയ്യത്ത് കണ്ണിൽ നിന്നും മറയുന്നവരെ നോക്കി നിന്നു എന്ന് ബുഖാരി, മുസ്ലിം. ഇസ്ലാം മനുഷ്യനെ മനുഷ്യനായി അംഗീകരിച്ച മഹാമതം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് നല്ല മനുഷ്യരായി ജീവിക്കുക. ആർക്കും എതിർക്കാനാവാത്ത വ്യക്തികളാണ്. ആ ഒരു പറ്റം ചെറുപ്പക്കാർ, അവർ പുകവലിക്കില്ല, പെപ്സി കുടിക്കില്ല, ആരോഗ്യത്തിന് ഹാനികരമായതൊന്നും ചെയ്യില്ല, രാജ്യദ്രോഹം ചെയ്യില്ല, സ്നേഹമാണ്, അവർക്കൊരു ആദർശമുണ്ട്, അവർ വ്യക്തികളാണ്, അവർ മദ്യപിക്കില്ല, അവരൊരു പെണ്ണിനെയും ബുദ്ധിമുട്ടിക്കില്ല. ആ സുബൈറിന്റെ വീട്ടിൽ എന്റെ മോള് മാലതിയെ കൊണ്ടുപോയി എന്റെ മോളെ നോക്കണേ, ഞാൻ രാത്രി വരും എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയും അവിടെ. അതാണ് ഇസ്ലാം. ഒരു ലോകത്തേക്ക് മാറാൻ ഈ തിരുവനന്തപുരം മണ്ഡലം സമ്മേളനത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, മനുഷ്യരെ തെറ്റിദ്ധാരണ തീർക്കണം, പഠിക്കാൻ സന്നദ്ധരാകണം. നാളത്തെ പ്രഭാതത്തിൽ ഞാനും സാക്ഷികളായി കൊള്ളണമെന്നില്ല. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെന്ത് സംഭവിക്കും പറയാനാവില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെ ഹ്രസ്വമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുമാറാകട്ടെ, ഹക്കിന് വേണ്ടി ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.